നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. രാമായണ ചിന്തകൾ എന്ന പ്രഭാഷണ പരമ്പരയുടെ ഈ ആഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. രാമായണ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വീണ്ടും ഒരു കർക്കിടക മാസം കൂടി ആഗതമാകുകയാണ്. കൊടും വർഷത്തിന്റെയും പട്ടിണിയുടെയും വറുതിയുടെയും നാളുകളായിരുന്നു കഴിഞ്ഞ നാളുകളിൽ കർക്കിടക മാസം. ഇന്ന് കർക്കിടക മാസം ആധ്യാത്മികമായൊരു നവോന്മേഷത്തിന്റെ ആധ്യാത്മികമായ ഊർജം പകരുന്ന ഒരു മാസമായി ഇന്ന് കർക്കിടക മാസം മാറുകയാണ്. ശ്രീരാമചന്ദ്രന്റെ നാമങ്ങളുമായി മുഖരിതമാകുന്ന വ്യത്യാസങ്ങളില്ലാത്ത ഗ്രാമങ്ങളും നഗരങ്ങളും, ഗജവീരന്മാർക്ക് സമൃദ്ധമായി ഊട്ട് നൽകുന്ന ഗജയൂട്ടുകൾ, വിശിഷ്ട ഭോജനങ്ങൾ ഹോമിച്ചുകൊണ്ട് ഗണപതി ഭഗവാന് അർപ്പിക്കുന്ന ഗണപതി ഹോമത്തിന്റെ ഗന്ധം ഈ നാടാകെ ഈ മാസം നിറയുകയാണ്. രാമചന്ദ്രൻ ജനിച്ചത് അയോധ്യയിലാണ്. ഉത്തരേന്ത്യയിലാണ് അയോധ്യ. ശ്രീരാമനവമി പോലെയുള്ള ആഘോഷങ്ങൾ വളരെ വിപുലമായി നടക്കുന്ന ഒരു ഭാഗമാണ് ഉത്തരേന്ത്യ. പക്ഷേ നമ്മുടെ മലയാളക്കരയ്ക്ക് മാത്രം സ്വന്തമായി അവകാശപ്പെടാവുന്ന ഒരു കാര്യം, ഈ ഒരു മാസക്കാലം രാമായണ മാസമായി ആചരിച്ചുകൊണ്ട് രാമായണ പാരായണങ്ങളും ഒക്കെ നടക്കുന്ന മറ്റൊരു ദേശവും കാണാൻ സാധിക്കില്ല. അത് ഈ കൈരളിക്ക് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യമാണ്. ഒരു മാസക്കാലം മുഴുവൻ രാമായണ മാസമായി ആചരിക്കുന്ന ഈ സവിശേഷത നമുക്ക് മാത്രം അർഹതപ്പെട്ട ഒന്നാണ്. ഏതൊരു കഥയിലായാലും ഏതൊരു സിനിമയിലായാലും അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രം നായക കഥാപാത്രമാണെങ്കിലും ആ നായക കഥാപാത്രത്തെ പോലെ തന്നെ ഏറ്റവും പ്രഗത്ഭമായ ഒരു കഥാപാത്രം വില്ലന്റെ കഥാപാത്രമാണ്, പ്രതിനായകന്റെ കഥാപാത്രമാണ്. നായകൻ മാത്രമുണ്ടായാൽ സിനിമയുണ്ടാകില്ല, കഥകൾ ഉണ്ടാകില്ല. അവിടെ പ്രതിനായകൻ വേണം. രാമായണത്തെ സംബന്ധിച്ചിടത്തോളം ശ്രീരാമനാണ് നായകനെങ്കിൽ അവിടെ പ്രതിനായകനായി വരുന്നത് രാവണനാണ്. ബ്രാഹ്മണനായ വിശ്രവസിന്റെയും രാക്ഷസ വംശജയായ കൈകസിയുടെയും മകനായ രാവണൻ. സർവവേദങ്ങളും ജ്യോതിശാസ്ത്രവും ധനുർവിദ്യകളും അങ്ങനെ സർവവിദ്യകളും കരസ്ഥമാക്കിയ രാവണൻ, സർവനാലും ആകാര സൗഷ്ഠവത്തിൽ വളരെ സുന്ദരനായ, മറ്റാരേക്കാളും സൗന്ദര്യവാനായ രാവണൻ. എന്നാൽ രാവണനും ദോഷങ്ങൾ കാണുന്നു. ഗുണങ്ങളെക്കാൾ അപ്പുറം ദോഷങ്ങളും രാവണനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു മനുഷ്യനെയും ഈ ലോകത്തേക്ക് ദൈവം സൃഷ്ടിച്ചു വിടുന്നത് പൂർണ്ണവാനായിട്ടല്ല. പണ്ടൊരു ചൊല്ലുണ്ട്, കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കില്ല എന്ന് പറഞ്ഞു. രാവണനും ദോഷങ്ങളുണ്ടായി. രാവണനുള്ള പ്രധാനപ്പെട്ട ദോഷം എന്ന് പറഞ്ഞാൽ സൗന്ദര്യമുള്ള ഏതൊരു വസ്തുവിനെയും സ്വന്തമാക്കാനുള്ള ത്വര അത് രാവണനിൽ വളരെ വലുതായിരുന്നു. തന്റെ സഹോദരനായ കുബേരനെ തോൽപ്പിച്ചുകൊണ്ട് പുഷ്പവിമാനം തട്ടിയെടുത്ത രാവണൻ. സൗന്ദര്യമുള്ള എന്തിനോടും അദ്ദേഹത്തിന് പ്രത്യേക ആകർഷണമാണ്. ദേവസ്ത്രീകളും മുനിപത്നിമാരും അടക്കമുള്ള സൗന്ദര്യവതികളായ സ്ത്രീകളെ പ്രലോഭിപ്പിച്ചും തട്ടിയെടുത്തും തന്റെ ഇംഗിതത്തിന് വശംവതരാക്കി തന്റെ അന്തപുരത്തിൽ പാർപ്പിച്ച രാവണൻ. ഈ രാവണൻ ആരാലും തോൽക്കാത്തവനൊന്നല്ല രാവണൻ. രാവണനും പരാജയപ്പെട്ടിട്ടുണ്ട്. രാവണന്റെ ഐതിഹ്യത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അറിയാം, പരമശിവൻ രാവണനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. കിഷ്കിന്ധ്യ രാജ്യത്തിന്റെ ഭരണാധികാരിയായ ബാലി തന്റെ വാലിൽ ചുഴറ്റിക്കൊണ്ടാണ് രാവണനെയും കൊണ്ട് പറന്നത്. കാർത്തിവീരാർജുനൻ എന്ന രാജാവും രാവണനെ തോൽപ്പിച്ച് തന്റെ തലവിൽ പാർപ്പിച്ചിട്ടുണ്ട്. ഇത് രാവണന്റെ ഐതിഹ്യത്തിൽ കാണുന്ന കഥകളാണ്. അപ്പൊ രാവണൻ ആരാലും തോൽപ്പിക്കപ്പെടാൻ സാധിക്കാത്തവനല്ല. പക്ഷെ രാവണനുള്ള നല്ല ഗുണങ്ങൾ, കുറെ ഗുണങ്ങൾ ഉണ്ടായിരുന്നു. സർവ്വവേദങ്ങളും അറിയാവുന്നവരായിരുന്നു. തന്റെ സ്വർഗലോകത്തേക്കാൾ വലിയ ഒരു സാമ്രാജ്യമായി ലങ്കാ നഗരിയെ മാറ്റിയെടുത്ത വ്യക്തിയാണ് രാവണൻ. പക്ഷേ ഏതൊരു മനുഷ്യനുള്ള പോലെ, ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുള്ളത് പോലെ ഗുണത്തേക്കാൾ ഏറെ ദോഷം രാവണനിൽ ഉണ്ടായി. ഈശ്വരന് തന്റെ കാലം നിർണ്ണയിക്കാൻ സാധിക്കുമെങ്കിലും മനുഷ്യന് ആ കഴിവില്ല. ദൈവം സൃഷ്ടിച്ച വഴികളിലൂടെ വേണം ഒരു ജീവിതത്തിൽ മനുഷ്യൻ യാത്ര ചെയ്യേണ്ടത്. അങ്ങനെ യാത്ര ചെയ്ത നമ്മളെല്ലാം അങ്ങനെ തന്നെ യാത്ര ചെയ്യേണ്ടവരാണ്.
പണ്ട് പറയും ഒരു ഉയർച്ചയ്ക്ക് ഒരു താഴ്ചയുണ്ടാകും, ഒരു കയറ്റത്തിന് ഒരു ഇറക്കം ഉണ്ടാകും. അതുപോലെ രാവണന്റെ സമയം ഐശ്വര്യത്തിന്റെ നാളുകളിൽ നിന്ന് അധപ്പതനത്തിന്റെ നാളുകളിലേക്ക് രാവണന്റെ നാളുകൾ വരികയാണ്. രാവണന്റെ നാളുകളിലും അല്ല ദശാസന്ധികൾ മാറി മറിയുകയാണ്. രാവണനും കഷ്ടകാലം അനുഭവിക്കാൻ പോകുന്നു. ശൂർപ്പണ തന്റെ സഹോദരിയായ ശൂർപ്പണയുടെ പ്രലോഭനത്തിൽ വീണുകൊണ്ട് സീതയെ തട്ടിക്കൊണ്ടുവരുവാൻ രാവണൻ പ്ലാനിടുന്നു. തന്റെ അമ്മാവനായ മാരീചന്റെ അടുത്ത് രാവണൻ അഭ്യർത്ഥിക്കുകയാണ്, ഒരു മായാപ്പൊന്മാന്റെ വേഷത്തിൽ ചെന്ന് ശ്രീരാമനെയും ലക്ഷ്മണനെയും അകറ്റണം, എനിക്ക് സീതയെ തട്ടിക്കൊണ്ടുപോകാനാണ്. ഇത് കേട്ട മാരീചൻ പറഞ്ഞു, വളരെ നാളുകൾക്ക് മുമ്പ് വിശ്വാമിത്രന്റെ യാഗരക്ഷയ്ക്കിടെ എന്റെ അമ്മയായ താടകയെയും എന്റെ സഹോദരനായ സുബാഹുവിനെയും വധിച്ച രാമൻ നിസ്സാരക്കാരനല്ല. രാമനോട് ഏറ്റുമുട്ടുമ്പോൾ അത് രാവണന്റെ നാശത്തിന്, നിന്റെ കുലത്തിന്റെ നാശത്തിന് കാരണമാകും എന്ന് മാരീചൻ മുന്നറിയിപ്പ് കൊടുക്കുന്നത് രാമായണത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഈ മുന്നറിയിപ്പൊന്നും വകവയ്ക്കുന്നില്ല രാമൻ. തന്നെ അനുസരിക്കാത്ത തന്റെ അമ്മാവനായ മാരീചനെ ചന്ദ്രഹാസം ഉപയോഗിച്ച് വധിക്കാൻ ഒരുങ്ങുമ്പോൾ, നിന്റെ കയ്യിൽ നിന്ന് മരിക്കുന്നതിനേക്കാൾ എനിക്ക് നല്ലത് രാമന്റെ കൈയാൽ മരിക്കുന്നതാണ്, എനിക്ക് മോക്ഷം കിട്ടും എന്ന് പറഞ്ഞ മാരീചൻ രാവണന്റെ നിർദ്ദേശം സ്വീകരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. സീതയെ തട്ടിക്കൊണ്ടുവന്ന അന്ന് മുതൽ ലങ്കാനഗരത്തിൽ വളരെയധികം അപശകനങ്ങൾ കാണുന്നു. വേനൽക്കാലത്ത് മഴ പെയ്യുന്നു, ഇടിവെട്ടുന്നു, അങ്ങനെ ഒട്ടേറെ അപശകനങ്ങൾ കാണുകയാണ്. ഈ അപശകനങ്ങൾ കാണുന്നതുമായി ബന്ധപ്പെട്ട് മുത്തച്ഛനായ മാല്യവാൻ രാവണനെ ഉപദേശിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. അപ്പോ രാമന്റെ ആളാണ് മുത്തച്ഛൻ എന്ന് പറഞ്ഞ് ആ ഉപദേശവും രാവണൻ തിരസ്കരിക്കുകയാണ്. സഹോദരന്മാരായ കുംഭകർണനും വിഭീഷണനും രാവണനെ ഉപദേശിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്, സീതയെ തിരികെ രാമനെ ഏൽപ്പിക്കൂ. പക്ഷെ സഹോദരങ്ങളുടെ ഉപദേശവും രാവണൻ സ്വീകരിക്കുന്നില്ല. അമ്മാവനായ കാലനേമി മൃതസഞ്ജീവനിക്കായി ഹനുമാൻ പോകുമ്പോൾ തടസ്സം നിൽക്കുവാൻ കാലനേമിയോട് പറയുകയും, മുനിയായി തടസ്സം നിന്ന് ഹനുമാന്റെ ആ ഉദ്യമം വിജയിപ്പിക്കാതിരിക്കണം എന്ന് കാലനേമിയോട് നിർദ്ദേശിക്കുമ്പോൾ അവിടെയും കാലനേമിയും രാവണനെ ഉപദേശിക്കുന്നുണ്ട്, ഇതിന്റെ കഷ്ടകാലത്തിനാണ്. പക്ഷെ ആ ഉപദേശങ്ങളൊന്നും രാവണൻ കേൾക്കുന്നില്ല. അതിൽ വളരെ അവസാനം, അതായത് തന്റെ സഹോദരങ്ങൾ പോയി, സഹോദരനായ കുംഭകർണൻ മരിച്ചു, തന്റെ പട പോയി, തന്റെ പുത്രന്മാരായ ഇന്ദ്രജിത്തും അക്ഷയകുമാരനും ഒക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ രാമനുമായി യുദ്ധത്തിൽ വിജയിക്കുന്നതിന് വേണ്ടി രാവണൻ ഒരു ഹോമം നടത്തുവാൻ വേണ്ടി പോവുകയാണ് പരമശിവൻ. ഈ ഹോമം എങ്ങനെയെങ്കിലും മുടക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട്, ഈ ഹോമത്തെ എങ്ങനെയെങ്കിലും തകർക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് വാനരസേന പോവുകയാണ്. വാനരന്മാർ ചെല്ലുമ്പോൾ ഹോമകുണ്ടത്തിന്റെ അടുക്കെ രാവണനോടൊപ്പം പത്നിയായ മണ്ഡോദരിയുമുണ്ട്. ഹോമം തകർക്കാൻ വേണ്ടി വാനരസേന മണ്ഡോദരിയെ ആക്രമിക്കുകയാണ്. അവസാനം നിക്കക്കളി ഇല്ലാതെ ഹനുമാൻ മണ്ഡോദരിയെ സംരക്ഷിക്കാൻ വേണ്ടി രാവണൻ വരുന്നു. രാവണൻ വന്ന് ആ ഹോമത്തിന് വിഘ്നം സംഭവിക്കുന്നു. അവിടെ മണ്ഡോദരി ഉപദേശിക്കുന്നുണ്ട്, സീതയെ രാമനെ ഏൽപ്പിക്കൂ, മാപ്പ് പറയൂ, വിഭീഷണൻ രാജ്യം ഏൽപ്പിച്ച് നമുക്ക് സന്യാസത്തിന് പോകാം, നമ്മുടെ മക്കളൊക്കെ ഇല്ലാതായി. പക്ഷെ അതും രാവണൻ കേൾക്കുന്നില്ല. കഷ്ടകാലത്ത് എന്ത് ഉപദേശങ്ങൾ എന്നാണ് അതിൽ പറയാനുള്ള മറുപടി. നിരാശകാലത്ത് ആര് പറയുന്ന നല്ല ഉപദേശങ്ങളും വലിക്കുകയില്ല. രാവണനെ ഉപദേശിക്കുന്നത് സ്വന്തം ബന്ധുക്കളാണ്. രാവണൻ ഉപദേശിക്കുന്നത് ഭാര്യയായ മണ്ഡോദരിയാണ്, മുത്തച്ഛനായ മാല്യവാനാണ്, സഹോദരങ്ങളായ കുംഭകർണനാണ്, വിഭീഷണനാണ്, അമ്മാവന്മാരായ കാലനേമിയാണ്, മാരീചനാണ്. പക്ഷേ ഈ ഉപദേശങ്ങളൊന്നും രാവണൻ കൈക്കൊള്ളുന്നില്ല. വിനാശകാലം എടുക്കുമ്പോൾ നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കാൻ സാധിക്കാൻ നമ്മുടെ മനസ്സ് അനുവദിക്കില്ല എന്ന ചൊല്ല് കൃത്യമായി രാവണന്റെ ജീവിതത്തിൽ പഠിക്കാൻ സാധിക്കും. സർവശസ്ത്ര വിശാരദനായ, സുന്ദരനായ, സ്വർഗത്തേക്കാൾ വലിയ അല്ലെങ്കിൽ മേന്മയുള്ള ഐശ്വര്യമുള്ള ലങ്കാനഗരത്തിന്റെ സാമ്രാജ്യത്തിന്റെ ഉടമസ്ഥനായ രാവണൻ ശ്രീരാമനാൽ വധിക്കപ്പെട്ട് മണ്ണിൽ കിടക്കേണ്ടി വന്ന കഥയാണ് രാമായണം നമ്മൾ കാണിച്ചത്. നായക കഥാപാത്രമായ ശ്രീരാമനെ പോലെ തന്നെ കഴിവുകൾ ഉണ്ടായിരുന്ന രാവണൻ, പക്ഷേ അദ്ദേഹത്തിന്റെ കഴിവുകൾ ധർമ്മത്തിന്റെ കൂടെ ചലിക്കാനായി അദ്ദേഹം നിയമിച്ചില്ല. അതിനുള്ള കാരണം അഹങ്കാരവും താൻ പോരുമയും രാവണനുണ്ടായിരുന്നു. എന്റെ വിജയം എന്നായിരുന്നു രാവണൻ പറഞ്ഞു നടന്നിരുന്നു. രാവണന്റെ ജീവിതത്തിൽ നമുക്കറിയാം, ഒരു ഇതിഹാസങ്ങളും രാമായണമായിക്കൊള്ളട്ടെ മഹാഭാരതമായിക്കൊള്ളട്ടെ ഓരോ ഇതിഹാസങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് അതിലെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപദേശിക്കുന്നത്. വെറുതെ പാരായണം ചെയ്തു പോയത് കൊണ്ട് കാര്യമില്ല. രാവണന്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്
എന്റെ വിജയം എന്ന അഹങ്കാരത്തോടു കൂടി പോകുന്ന ഏതൊരുവനും സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഇത്. നമ്മുടെ മാത്രം വിജയമല്ല, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവരുടെ സഹകരണം, നമ്മുടെ കുടുംബാംഗങ്ങളുടെ പ്രാർത്ഥന, അവരുടെ സ്നേഹം, ഇതൊക്കെയാണ് നമ്മുടെ വിജയത്തിന് കാരണമാകുന്നത്. പക്ഷെ ഇത് മനസ്സിലാക്കാൻ രാവണന് സാധിച്ചില്ല. അത് രാവണന്റെ അന്ത്യത്തിന് ലങ്കാ സാമ്രാജ്യത്തിൽ ഉടമസ്ഥനായ ദശമുഖനായ ദേവന്മാർ പോലും പേടിച്ചിരുന്ന രാവണന്റെ ജീവിതത്തിന്റെ അവസാനത്തിന് കാരണമായി. രാവണന്റെ ജീവിതത്തിലൂടെ രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത് അഹങ്കാരവും താൻ പോരുമയും മാറ്റിവെക്കണം. നമ്മൾ നേടുന്ന കർമ്മരംഗത്തായാലും കുടുംബരംഗത്തായാലും സാമൂഹ്യ രംഗത്തായാലും നാം നേടുന്ന വിജയം നമ്മുടെ മാത്രമല്ല, നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കൂടെ പ്രവർത്തിച്ചിരുന്നവരുടെ കൂടിയാണ്. അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായേ മതിയാകും. ഇതാണ് രാമായണം നമ്മളെ രാവണന്റെ ജീവിതത്തിലൂടെ പഠിപ്പിക്കുന്നത്. തീർച്ചയായും അടുത്ത ആഴ്ച മറ്റൊരു ഭാഗമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക. ടോപ്പ് ഇൻ ടൗൺ.